അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആലിമുമായി ബന്ധപ്പെടാനുള്ള തൗഫീഖ് കിട്ടി. അല്ലാഹു തആല ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു തആല നമ്മളെ സ്വർഗം വരെ എത്തിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ഉസ്താദുമായി പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മമ്പുറം മക്കാമിൽ സിയാറത്തിന് വന്നതാണ്. സിയാറത്തിന് വന്നപ്പോൾ പ്രത്യേകിച്ച് കൊല്ലവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉസ്താദുണ്ട്, ഇബ്രാഹിം ഉസ്താദിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ വന്നപ്പോഴേ പ്രത്യേകിച്ച് ആലിക്കുട്ടി ഉസ്താദിനെ കണ്ടതാണ്. ആലിക്കുട്ടി ഉസ്താദ് വെള്ളൂർ, അതായത് 1968 മുതൽ പ്രഭാഷണ രംഗത്ത്, അതായത് പഴയ തലമുറയിലെ പ്രഭാഷകനാണ്. ഒരുപാട് അറിവുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ഉസ്താദാണ്. ഒരുപാട് പള്ളികളിൽ പ്രസംഗം, ദിവസങ്ങളോളം ആഴ്ചകളോളം പ്രസംഗിച്ച് ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനം പറഞ്ഞു കൊടുത്ത ഉസ്താദിനെ നമുക്ക് കിട്ടിയത്, പ്രത്യേകിച്ച് ആലിക്കുട്ടി ഉസ്താദിനെ. അപ്പോൾ ഇങ്ങനെയുള്ള ഉസ്താദന്മാരിലൂടെ നമുക്ക് ഇനിയും അടുത്ത തലമുറയ്ക്ക് ഒരുപാട് അറിവുകൾ നേടാനുണ്ട്. പുതിയ തലമുറകൾ പുതിയ ഉസ്താദന്മാരെ കണ്ടെത്തുകയും അതേപോലെ ആ ഉസ്താദന്മാരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നേടി അവരുടെ ജീവിതത്തിൽ ഇരുലോക വിജയം ഉണ്ടാവണം. ഇന്നത്തെ കുട്ടികളിൽ ബുദ്ധിയും അറിവും എല്ലാം ഉണ്ട്, പക്ഷെ അദബ് കുറവാണ്, അറിവ് കുറവാണ്. ദീനീപരമായിട്ട് മറ്റുള്ള അറിവുകൾ, വിജ്ഞാനങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഉസ്താദന്മാരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് നേടണം. അല്ലാഹു തആല നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിലേക്ക് കടക്കുകയാണ്. ഉസ്താദെ, നമ്മൾ 2 വാക്ക് ദീനീപരമായ കാര്യത്തിനുള്ള ഒരു സംരംഭമാണല്ലോ ഇത്. അപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്. ഉസ്താദ്, ഞാൻ നേരത്തെ സംസാരിച്ചതെന്ന് മനസ്സിലായി 1968 മുതൽ ഉസ്താദ് പ്രഭാഷണ രംഗത്തുണ്ടെന്ന്. അപ്പം ഉസ്താദ് ഈ രംഗത്ത് വരാനുള്ള യഥാർത്ഥമായ ചില വഴികളുണ്ട്, വഴിത്തിരിവുകളുണ്ടല്ലോ. ഈ ദീനീ രംഗത്തോട്ട് വന്നതിന്റെ പ്രഥമ ലക്ഷ്യം എങ്ങനെ, ആര് വഴിയായിട്ടാണ് എത്തിയത്? ദീനീ പ്രവർത്തനമാണ് ദുന്യാവിനും ആഖിറത്തിനും രക്ഷ കിട്ടുന്നത് എന്ന ഒരു കണ്ടെത്തലാണ് ഈ രംഗത്തേക്ക് വരാൻ കാരണം. മാഷാ അല്ലാഹ്. അല്ലാതെ ദുന്യാവ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. മിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ വമാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ് എന്നാണ് അല്ലാഹ് പറഞ്ഞത്. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ദുന്യാവിൽ ഞങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും മോക്ഷവും തരണേ. എന്നാൽ ആ പറയുന്നവരോർക്ക് വമാ ലഹും ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിൽ അവർക്കൊന്നുമില്ല, പരലോകത്ത് ഒന്നും ഇല്ലാത്തവരാവും. അതേസമയത്ത് മിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. മാഷാ അല്ലാഹ്. സൂറത്തുൽ ബഖറയിലെ 200ഉം 201 ആയത്തുകൾ. ദുന്യാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് മേന്മ, നന്മ, ഗുണം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരും മനുഷ്യവർഗത്തിലുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ നന്മകളും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ദുന്യാവും ആഖിറും നമുക്ക് ആവശ്യമാണ്. ദുന്യാവ് മാത്രം പോരാ, ആഖിറും മാത്രം പോരാ, ദുന്യാവും ആഖിറും വേണം. അത് രണ്ടും ചോദിക്കലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലും നമുക്ക് അനുവദനീയവുമാണ്. പ്രത്യേകിച്ച് ഈ സമുദായത്തിന്റെ നേതാവാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയോടുള്ള പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ഒരുപാട് നന്മകൾ നൽകിയിട്ടുണ്ട്. ആ നേതാവിനോടുള്ള പ്രത്യേക പരിഗണന എന്ന് പറഞ്ഞാൽ ലൗലാഹു ലം യുഹ്റജിദ് ദുന്യാ മിനൽ അദമി, മഹാനായ ബുസൂരി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനെ പടക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ല എങ്കിൽ ഈ ദുന്യാവ് തന്നെ ഉണ്ടാകില്ല, സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആരും തന്നെ ഉണ്ടാകില്ല എന്നത് കട്ടായമാണ്. അത്രക്ക് മാത്രം കാരണഭൂതരായ മഹാനായ റസൂലുള്ളാഹിയോട് പ്രത്യേക പരിഗണന വേണ്ടത് യാതൊരു സംശയമില്ല. ആ പരിഗണന വെച്ചുകൊണ്ട് ആ റസൂലിൻ്റെ ഉമ്മത്തിനേക്ക് അള്ളാഹു ഒരുപാട് മേന്മകൾ മറ്റു മുൻ അമ്പിയാക്കളുടെ അനുയായികൾക്കില്ലാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ, ഒരുപാട് പരിഗണനകൾ, ഒരുപാട് മേന്മകൾ, ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഅജ്ജലീന മിൻ ആസാരിൽ വുളൂ. മഹ്ശറ ലോകത്ത് നീണ്ട ഇത്രയും ദൂരെ ഉദിക്കുന്ന സൂര്യഗോളം ഒരു ചാൺ കതിറിൽ മുർത്താവിൽ ഉദിച്ചുകൊണ്ട് പഴുത്ത് മഹ്ശറ രംഗത്തിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, എൻ്റെ ഉമ്മത്തിന് പ്രത്യേക അടയാളത്തോടു കൂടെ വിളിക്കപ്പെടും. യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഅജ്ജലീൻ. വളുവിൻ്റെ വെള്ളം നനഞ്ഞിട്ടുണ്ടായ അസറുകൾ, അടയാളങ്ങൾ, പ്രത്യേക മാർക്കുകൾ ഉള്ളവർ ഈ അർശിന്റെ തണലിലേക്ക് വരണേ എന്ന് റസൂലുള്ളാഹി പറയുന്നു.
ആ വിളിയിൽ പെടണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആ ഒളു പരിഗണിച്ചുകൊണ്ടുണ്ടായിരിക്കണം. ആ ഒളുവിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മേന്മ, അതിൻ്റെ ഗുണങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കണം. അതിപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ചെയ്യാത്തതും ആണ്. എന്ത്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും പാരത്രികമായി പ്രതിഫലാർഹമായി തീരുന്നത് നിയ്യത്തനുസരിച്ചാണെന്ന് റസൂലുള്ളാഹി ലോകത്തിനെ പഠിപ്പിച്ചു. ഈ പാഠം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ വലിയൊരു നേരത്തെ പഠിച്ചു, പക്ഷെ അത് ചെയ്യണില്ല, പഠിച്ചിട്ടേ ഉള്ളൂ, ചെയ്യണില്ല. ഉദാഹരണമായിട്ട് പറയാം, എല്ലാ അമലുകളും പാരത്രികമായിട്ട് ഗുണകരമായി പ്രതിഫലാർഹമായി തീരുന്നത് നിയ്യത്തനുസരിച്ചാണെങ്കിൽ നമ്മൾ ഒളു ചെയ്യുമ്പോൾ ഒളുവിന് ഒരുപാട് സുന്നത്തുകളുണ്ട്. 2 കൈ കഴുകലും, മുഖം വായിൽ വെള്ളം കൊപ്പൊളിക്കൽ, മുഖം മുഴുവൻ തടയൽ, ചെവി തടയൽ, ഇതൊക്കെ സുന്നത്ത്. അതൊന്നും ഇല്ലെങ്കിൽ ഒളു ശരിയാവും. പക്ഷെ ആ സുന്നത്ത് നമ്മളെ റിക്കാർഡിൽ വരണമെങ്കിൽ ഒളു ചെയ്യുന്നതിന് മുമ്പ് നവയിത്തു സുന്നത്തുൽ ഒളു ലില്ലാഹി തആല, അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടായിരിക്കണം കൈ കഴുകേണ്ടത്. എന്നാൽ ഈ അഊദു ചൊല്ലിയ സുന്നത്ത്, ബിസ്മി ചൊല്ലിയ സുന്നത്ത്, മുൻകൈ കഴുകിയ സുന്നത്ത്, 3 പ്രാവശ്യം വെള്ളം കൊപ്പിളിക്ക സുന്നത്ത്, മൂക്കിൽ വെള്ളം കയറ്റിയ സുന്നത്ത്, ഇതുകളൊക്കെ നമുക്ക് ലഭ്യമാകും. അതില്ലാതെ വെറുതെ ഹൗലുങ്ങൾ ചെന്ന് അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചോട്ടിൽ ചെന്ന് വെറുതെയാണ് കൈ കഴുകി പിന്നെ മോറും മയ്യത്ത് വെക്കും. ആ കഴുകി പോയതുകൊണ്ട് ഈ സുന്നത്തുകളൊന്നും നമുക്ക് കിട്ടൂല. ആ സുന്നത്ത് കിട്ടാൻ ഇത് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പ്രവർത്തിച്ച് ശീലിക്കാത്തത് കൊണ്ട്, മടുപ്പ് കൊണ്ടല്ല, പ്രവർത്തിച്ച് ശീലിക്കാത്തത് കൊണ്ട് ചെയ്യണില്ല എന്നതാണ് സത്യം. അൽഹംദുലില്ലാ. അതുകൊണ്ടിട്ട് ആ കാര്യം ചെയ്യാൻ ഇത് എൻ്റെ സംസാരം കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കലും മടിക്കരുത്. യാതൊരു സമയനഷ്ടമില്ല, ആരോഗ്യ നഷ്ടമില്ല, അലർജി നഷ്ടപ്പെടുന്നില്ല, ഒന്നുമില്ല. ഉദാഹരണമായിട്ട് ഒന്നുകൂടി പറയാം, നവയിത്തു സുന്നത്തുൽ ഉളൂ ലില്ലാഹി തആല. ഈ മലയാളത്തിൽ പറയാം, ഞാൻ വളുവിൻ്റെ സുന്നത്തിനെ വിട്ടാൻ കരുതുന്നു എന്ന് ചെല്ലിയിട്ട് ബിസ്മി ചൊല്ലി, അഊദു ചൊല്ലി, ബിസ്മി ചൊല്ലിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ ചൊല്ലി അങ്ങനെ വളു തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്ന എല്ലാ കൈകാലുകൾ നീട്ടിക്കഴുകുന്ന, തല മുഴുവൻ തടയുന്ന, ചെവി തടയുന്ന ഈ പ്രതിഫലങ്ങളൊക്കെ നമ്മളെ റിക്കാർഡിൽ വരും. ഏത് റിക്കാർഡിൽ? നാളെ മഹ്ശറയിൽ നിന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് നമ്മളുടെ റിക്കാർഡ്, വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരക്ഷരം ഒരു മനുഷ്യന് ജപിക്കാൻ കഴിയുകയില്ല, റഖീബ് അതീദ് റിക്കാർഡാക്കും. ആ റിക്കാർഡിൽ നമ്മൾ ചെയ്ത ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ നിയ്യത്തുകൾ ചെയ്തുകൊണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തു പോയാൽ അതൊക്കെ നമുക്ക് റിക്കാർഡിൽ പെടും. അതാണ് ആ റിക്കാർഡിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ റിക്കാർഡിൽ ഉണ്ടാവില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പള്ളിക്ക് കയറുകയാണ്. ആ ഒളുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒളുണ്ടാക്കി കഴിഞ്ഞ ശേഷം ഖിബിലാക്ക് തിരിഞ്ഞെന്ന് 2 കൈയും കണ്ണും ആകാശത്ത് ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ എന്ന പ്രാർത്ഥന മഹാനായ ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസിലുള്ളതാണ്. ഈ പ്രാർത്ഥന ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് ഏതൊരു മനുഷ്യൻ പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് കിബിലാക്ക് തിരിഞ്ഞെന്ന് കയ്യും കണ്ണും ആകാശത്ത് ഉയർത്തി ചെല്ലുമ്പോൾ ഓനെ നാളെ മഹ്ശറയിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറന്നു വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള വാക്ക് കൂടെ അകത്ത് കയറിക്കോ എന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് മഹാനായ റസൂലുള്ളാഹി പറയാണ്. ലം യന്തിഖിൽ ഹാദിൽ അമീനു അനിൽ ഹവാ ലകിന്നഹു വഹയുൽ ഇലാഹിൽ ഔഹദി. മഹാനായ റസൂലിന്റെ തിരുനാക്ക് കൊണ്ട് എന്ത് പറയുന്നോ സ്വന്തം അഭിപ്രായമല്ല. അതാ കവി പറഞ്ഞത്. റസൂൽ പറയുന്ന ഒന്നും സ്വന്തം അഭിപ്രായമല്ല, മറിച്ച് ലകിന്നഹു വഹയുൽ ഇലാഹിൽ ഔഹദി, അള്ളാഹു കൊടുത്ത സന്ദേശമാണ്, അള്ളാഹു കൊടുത്ത വഹയി പ്രകാരമാണ് റസൂലുള്ളാഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന സംഭവം നടക്കും, സംഭവിക്കും, സത്യമായിട്ട് നടക്കും എന്നതാണ്, കട്ടായമായിട്ട് നടക്കും. ഈ ഒരു ആനുകൂല്യം നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ് ചെലവാക്കി നമ്മളെ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അധ്യാപകരെ നിർത്തി മദ്രസയിൽ നിർത്തിയിട്ട് പഠിപ്പിക്കണം. നമ്മളും വല്ലാതായിരുന്ന കാലത്തൊക്കെ നമ്മളൊക്കെ പഠിച്ചതാണ്. പക്ഷെ എത്ര ശതമാനം ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ സ്വയം മനസ്സിനോടൊന്ന് ആലോചിക്കണം. വേണ്ട, ഞാൻ ആരെയും ആക്ഷേപിക്കില്ല. വിവരമുള്ളവർ തന്നെ
ഉസ്താദുമാർ തന്നെ ചെയ്യുന്നത് വളരെ വിരളമാണ്. ആരും ഞാൻ കുറ്റപ്പെടുത്തില്ല, ആരും ചെയ്യുന്നതല്ല, വളരെ വിരളമായിട്ടേ ചെയ്യുന്നുള്ളൂ. സമയമില്ലായിട്ടല്ല, നഷ്ടപ്പെട്ടിട്ടല്ല, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടല്ല, ആരോഗ്യ നഷ്ടം ഉണ്ടായിട്ടല്ല. അതങ്ങനെ ശീലിക്കാത്തത് കൊണ്ട് അങ്ങനെയാണ് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കണിശമായിട്ട് പറയുന്ന എൻ്റെ സംസാരം കേൾക്കുന്നവരോട് അടുത്ത സമയത്തെങ്കിലും ഇതൊന്ന് ശീലിപ്പിക്കാൻ നമ്മളെ മക്കളെ, നമ്മളെ ശീലിക്കാൻ, നമ്മളെ ഭാര്യമാരെ ശീലിപ്പിക്കാൻ, നമ്മളെ പെൺമക്കളെ ശീലിപ്പിക്കാൻ നമ്മളൊന്ന് ഉത്സാഹിച്ചാൽ ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ, പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തെ കാല് വെച്ചിട്ട് കലിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം ചെയ്യണം. വെറുതെ ഒന്നുണ്ടാക്കിയിട്ടാണ് വണ്ടി കയറല്ല. വലത്തെ കാല് മുന്നിലേക്ക് വെച്ചിട്ട് അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക ഫഗ്ഫിർ ലീ വർഹംനി. നാഥ, നിന്റെ ഭവനത്തിലേക്ക് സാധുവായ അടിമയായ ഞാൻ, ഉടമയായ നിന്റെ വീട്ടിലേക്ക് ഇതാ വന്നിരിക്കുന്നു. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ തമ്പുരാനെ, പുറത്തു തരണേ തമ്പുരാനെ. പോരാ, നിന്റെ കാരുണ്യത്തിൻ്റെ കവാടം എനിക്ക് തുറന്നു തരണേ അല്ലാ എന്ന ഒരു ദയാഹരജ്, ഒരപേക്ഷ രാജാവിൻ്റെ മുന്നിൽ കൊടുത്തുകൊണ്ടാണ് രാജാവിൻ്റെ വീട്ടിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് കയറേണ്ടതെന്ന് ഞാൻ പറയല്ല, അള്ളാഹിൻ്റെ റസൂല് പറയുന്നു. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ചെയ്യുന്നില്ല. മഹാനായ അബൂ ദുജാന തങ്ങൾ ഒരിക്കൽ സുബഹി നിസ്കരിച്ച് തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് നീച്ചു പോകുന്നത് റസൂലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യത്തെ ദിവസത്ത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല, ഒന്ന് നോക്കി വെച്ചു. പിറ്റേന്ന് നാളെ ഇങ്ങനെ തന്നെ ഇയാൾ പെട്ടെന്ന് നീച്ചു പോവുകയാണ്. അപ്പോഴും മിണ്ടിയില്ല, ഒന്ന് ശ്രദ്ധിച്ചു. മൂന്നാമതും പോയപ്പോൾ ചോദിച്ചു, അലൈസ ലക റഗ്ബത്തും ഫില്ലാ യാ അബാ ദുജാന. അബൂ ദുജാന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ. ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഒരിക്കൽ റസൂലുള്ളാഹിയോട് ചോദിച്ചു സഹാബത്ത്, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്, ഏത് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത്, ഉത്തരം കിട്ടാൻ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ദുബ്റ കുല്ലി സ്വലാത്തിൻ വ ജൗഫൽ ലൈൽ, റസൂലുള്ളാഹി പറഞ്ഞു. ഫർള് നിസ്കാരത്തിന്റെ ശേഷവും നട്ടപ്പാതിരാക്കും ഉള്ള പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. അവരിൽപ്പെട്ട സ്വീകരിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ നിസ്കാരത്തിന് ശേഷമുള്ളത്. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അബൂ ദുജാന തങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചത്, അലൈസ ലക റഗ്ബത്തും ഫില്ലാ. അബൂ ദുജാന, അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനില്ലേ, നിങ്ങളെന്താ പെട്ടെന്ന് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി വിങ്ങിക്കരഞ്ഞുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂ ദുജാന തങ്ങൾ പറഞ്ഞു, നബിയെ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാനുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ സങ്കടമായ, വേദനാജനകമായ സംഭവം എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഉടനെ റസൂലുള്ളാഹി കാര്യം ചോദിച്ചു, എന്താ നടന്നത്? എൻ്റെ മക്കളും ഞാനും, എൻ്റെ ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് നബിയെ. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് സുബഹി നിസ്കരിച്ച് തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ് കഴിഞ്ഞ സാവകാശം എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അയൽവാസിയായ ഒരു യഹൂദിയുടെ ഈത്തപ്പന എൻ്റെ ബൗണ്ടറിക്ക് അടുത്താണ്, എൻ്റെ വളപ്പിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ആ ഈത്തപ്പനയിൽ നിന്നും പഴുത്ത ഈത്തപ്പഴം ഒരുപാട് കൊഴിഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കുറേ എൻ്റെ പറമ്പിലുണ്ട്. ഞാൻ ചെന്നപ്പോൾ എൻ്റെ കുട്ടികൾ പട്ടിണി കിടന്ന് ഉണങ്ങിയ വയറോട് കൂടി കടന്നുറങ്ങിയ എൻ്റെ കുട്ടികൾ ആ ഈത്തപ്പഴം എടുത്ത് തിന്നുന്നത് ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ട റസൂലെ, അന്യൻ്റെ ഭക്ഷണം കഴിച്ച ആരോഗ്യമുണ്ടായ, മജ്ജമുണ്ടായ, രക്തമുണ്ടായ, മാംസമുണ്ടായ മക്കളുടെ ആരോഗ്യം എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇടത്തെ കയ്യൻ്റെ ആ കുട്ടിയുടെ പെരടിയിൽ പിടിച്ചിട്ട് വലത്തെ കയ്യിൻ്റെ ചൂണ്ടുവിരലിൽ കുട്ടീൻ്റെ ചങ്കിലേക്ക് കയറ്റിയിട്ട് ആ ചവക്കുന്ന ഈത്തപ്പഴം കൊണ്ട് തോണ്ടിയെടുത്തിട്ട് പുറത്ത് കിട്ടിയിരിക്കുകയാണ്. അന്ന് മുതൽക്ക് ഞാൻ പെട്ടെന്ന് പോകുന്നത്, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ വീണ പഴങ്ങളെല്ലാം പൊറുക്കിയിട്ട് യഹൂദിയുടെ വളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാനാണ്. ഈ സങ്കടം, ഈ സങ്കടജനകമായ, ഈ വേദനാജനകമായ കഥ റസൂലുള്ളാഹിയോട് അബൂ ദുജാന പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി അവിടെ കൂടിയ സഹാബത്തിനോട് ചോദിച്ചു, അബൂ ദുജാനൻ്റെ ഈ സങ്കടത്തിനൊരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരു കവി പറയുന്നു, കലന്തറ ഫിന്നാസി മിൻ റഫീഖി ഔലാബിഹിൽ ഫളിലു മിനസ് സിദ്ദീഖി. ഏതൊരു നന്മക്ക് മുന്നിൽ വരാണെങ്കിൽ സിദ്ദീഖിനേക്കാൾ മുൻകടക്കാൻ ഒരാളുണ്ടായിട്ടില്ലാണ്. ഏതൊരു സംഗതി പറഞ്ഞാലും, നല്ലൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ സിദ്ദീഖ് ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഇവിടെയും സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, നബിയെ, നമ്മളെ സ്ഥലം ഒന്ന് കാണുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഉടനെ റസൂലുള്ളാഹിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടി അബൂ ദുജാനയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഈത്തപ്പനെ കണ്ടു. ഉടനെ ഇതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിക്കുക. ഉടമസ്ഥനെ അന്വേഷിച്ചിട്ട് സിദ്ദീഖ് പറഞ്ഞു, നബിയെ, ഈ മരം ഞാൻ ഇങ്ങോട്ട് വിലക്ക് വാങ്ങാം, എന്നിട്ട് ഞാൻ അബൂ ദുജാനക്ക് സംഭാവന കൊടുത്തോളാം
നാളെ പ്രശ്നം പരിഹരിക്കുമല്ലോ. ഉടനെ ഉടമസ്ഥനെ അന്വേഷിച്ച് നടന്നുമ്പോൾ ഉടമസ്ഥന് മനസ്സിലായി ഇതൊരു ഡിമാൻഡുള്ള മുതലാണ്, ഞാൻ എന്ത് വില പറഞ്ഞാലും തരും. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ സിദ്ദീഖിനോട് ഈ യഹൂദി പറഞ്ഞത്, നിങ്ങളെ തോട്ടത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള 10 മരം എനിക്ക് തരികയാണെങ്കിൽ ഈ 1 മരം നിങ്ങൾക്ക് തരാം എന്ന് കരാർ ചെയ്തു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാര്യം ഏറ്റെടുക്കുകയും ആ മരം കൊടുക്കുകയും അയാൾക്ക് ഇഷ്ടമുള്ള 10 മരം സിദ്ദീഖിന്റെ തോട്ടത്തിൽ നിന്ന് കൊടുക്കുകയും ഈ 1 മരം സിദ്ദീഖിന് കൊടുക്കുകയും ചെയ്തപ്പോൾ അപ്പം തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ സദഖത്തുൻ ലില്ലാഹ്, നബിയെ ഇത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഞാൻ അബൂ ദുജാനക്ക് സംഭാവന കൊടുത്തിരിക്കുന്നു. ഉടനെ സന്തോഷത്തോടു കൂടെ പിരിഞ്ഞു. വീണ്ടും അവിടുന്ന് പിരിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അബൂ ദുജാനെ വിളിച്ച് ചോദിച്ചു, അബൂ ദുജാന, ഞങ്ങളെ പ്രശ്നത്തിന് പരിഹാരമായില്ലേ? വിഷമം തീർന്നില്ല നിങ്ങളെ കുട്ടികളെ പട്ടിണി? അപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു കാര്യമായിട്ടൊന്നും പറയാതെ വിഷമിച്ചിങ്ങനെ നിന്നു. എന്താ നിങ്ങൾക്ക് പറയാനൊരു മടിയായിട്ട് ചോദിച്ചപ്പോൾ അബൂ ദുജാന പറയാ, നബിയെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കാണാത്ത പറയാൻ പാടില്ല. ഈത്തപ്പഴം എൻ്റെ വളപ്പിൽ വീഴുന്ന ഈത്തപ്പഴമൊന്നും എനിക്ക് കിട്ടലില്ല. ഞാൻ ചെല്ലുമ്പോഴത്തിന് കുറേയൊക്കെ പൊറുക്കിക്കും, ആരാ പൊറുക്കിക്കുന്നു എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. അയാൾ പൊറുക്കിക്കൊണ്ടേയോ എന്ന് എനിക്കറിയില്ല, ആരാ പൊറുക്കിയെന്ന് എനിക്കറിയാൻ സാധ്യമല്ല, കാണാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് ഉടനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഉടനെ അബൂ ദുജാനന്റെ വീട്ടിലേക്ക് വീണ്ടും ചെന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആ താഴ്വേരോട് കൂടെ ചുറ്റുവേരോട് കൂടെ നിൽക്കുന്ന ഈത്തപ്പന മരത്തിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് അബൂ ദുജാനന്റെ വളപ്പിന്റെ സെന്ററിലേക്ക് മാറി നിൽക്കണം എന്ന് അമറ റസൂലുള്ളാഹി. ആ പച്ച മരത്തിനോട് റസൂൽ കൽപ്പിച്ചപ്പോൾ ഒരു ചലിക്കുന്ന കൊട്ടാരം പോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഈത്തപ്പന മരം ആദ്യം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒന്നിങ്ങനെ ആഞ്ഞാടുകയും ഉടനെ തന്നെ കിഴക്ക് ഭാഗത്തേക്കും പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും 2 പാട്ടം കാറ്റുകളില്ലാതെ കോളുകളില്ലാതെ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഇല്ലാതെ കോടാലി വെക്കാതെ വാള് വെക്കാതെ വേര് കൊണ്ട് പൊന്തിയാൽ കൂടി വേരിൻ്റെ മേലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഈത്തപ്പനമരം പെട്ടെന്ന് മുറിയുകയും മുറിഞ്ഞിട്ട് റസൂൽ പറഞ്ഞ സ്ഥലത്ത് വന്ന് തടി ഉടച്ച് വേറെ പുതിയ വേര് വന്ന് സ്ഥിരമായി നിൽക്കുകയും ചെയ്തു എന്ന ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ട ബുസൂരി ഇമാം പറയുന്നു. അഷ്ജാറു സാജിദത്തൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി എന്ന ഈ പദ്യം ആ ചരിത്രത്തിലാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ റസൂലുള്ളാഹിയുടെ വാക്ക് കേട്ടൊരു ഈത്തപ്പന മരം പോലും ചലിക്കാൻ സന്നദ്ധ കാണിച്ച ആ റസൂലുള്ളാഹിയാണ് പറയുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ ഒളൂവിൻ്റെ ശേഷം ചെയ്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക, പടച്ചവനെ നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരണം. ഒരുപാട് തെറ്റുകുറ്റം ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, നാഥാ നീ പുറത്തു തരണേ എന്നൊരു പ്രാർത്ഥന ചെയ്യണമെന്ന് ഈ റസൂലുള്ളാഹിയാണ് നമ്മളോട് കൽപ്പിച്ചത്. ഇത് നമ്മൾക്കൊക്കെ അറിയുന്നവരാണ്, കേൾക്കുന്ന എല്ലാവർക്കും അറിയുന്നവരാണ്, നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ അത് ഇപ്പം ചെയ്യണില്ല. എത്ര ശതമാനം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ആരും ചെയ്യണില്ല എന്നല്ല, പക്ഷേ ചെയ്യുന്നവർ വളരെ ചുരുക്കം ആൾക്കാരാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ശീലിക്കാത്തത് കൊണ്ട് ചെയ്യണില്ല, അല്ലാതെ മടിച്ചിട്ടല്ല, ഒരു ഭാരമായിട്ടല്ല, ആരോഗ്യം പോകുമെന്ന് വിചാരിച്ചിട്ടല്ല, ശീലിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സംസാരം കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ശീലിപ്പിക്കണം. പോരാത്ത നമ്മളുടെ പിൻതലമുറകളാകുന്ന നമ്മളെ കരവലയത്തിൽപ്പെടുന്ന നമ്മളെ മക്കളോട്, ഭാര്യമാരോട് ഇത് ശീലിപ്പിച്ചാൽ അതിൻ്റെ ഒരു പുണ്യം നമ്മൾക്കും കിട്ടും. ഒരു നല്ലൊരു കാര്യം ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ചെയ്തോൻ്റെ കൂലിയും ചെയ്യിപ്പിച്ചോൻ്റെ കൂലിയും ഈ പറഞ്ഞവനക്ക് ഉണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നല്ലത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും അതിനനുസരിച്ച് നല്ലതാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും ഇതൊക്കെ പ്രതിഫലാർഹമാണ്, പ്രതിഫലം കിട്ടണം എന്ന മനക്കരുത്തോടു കൂടി നമുക്ക് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ കേൾക്കാം. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വളരെ വിജ്ഞാനപ്രദം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാന ദീപം നാം കൊളുത്തിയെടുക്കണം, എവിടുന്ന് കേട്ടാലും വിടാതെ പഠിക്കണം. നബിയോട് റബ്ബ് പറഞ്ഞതോർക്കുന്നില്ലയോ, ഖുൽ റബ്ബി സിദ്നി ഇൽമു മാത്രവുമല്ലയോ. ആരൊക്കെ ധനമേകുന്നു എന്നാൽ തന്നെയും അതിലുപരിയാണ് അവരറിവ് തന്നാൽ പിന്നെയും. അൽഹംദുലില്ലാഹ്. നമുക്ക് വളരെ വിജ്ഞാനപ്രദമായ ഒരു അറിവാണ് നമുക്ക് ഉസ്താദിൽ നിന്ന് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് ഈ വിജ്ഞാന സാഗരമാകുന്ന ഈ ചാനലിലൂടെ ഒരുപാട് അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഉസ്താദന്മാരുടെ ഈ നമുക്ക് കിട്ടാക്കനികളാണ്
നമുക്ക് അതായത് അശ്രദ്ധരായി കിടക്കുന്ന കൽബുകളെ ഉണർത്താൻ ഇവരുടെ ഓരോ വാക്കുകൾക്കും കാണാൻ പതിനായിരങ്ങളെ വിജ്ഞാനത്തിന്റെ സാഗരത്തിൽ എത്തിച്ച നാവാണ്. അള്ളാഹു താല ദീർഘായുസും ആഫിയത്തും സിഹത്തും കൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഉസ്താദിന്റെ ഇൽമിന് അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. ദീർഘകാലം നമുക്ക് ഖിദ്മത്ത് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു താല നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.